നമസ്കാരം. SP ജോക്കോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് കീഴിൽ വരുന്ന നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IWAI ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വിവിധ തസ്തികകളിലായി 37 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് വിജ്ഞാപനം വന്നിട്ടുണ്ട്. വിശദമായി നോക്കുന്നതിന് മുൻപേ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി കൂടുതൽ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ നോയിഡയിലും മറ്റ് റീജിയണൽ ഓഫീസുകളിലുമാണ് ഒഴിവുകൾ നിലവിലുള്ളത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 21 സെപ്റ്റംബർ 2024 വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സാധാരണയായി 10ാം ക്ലാസ് പാസ് വെച്ച് കൊടുക്കാൻ പറ്റുന്ന തസ്തിക മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, അതായത് MTS മാത്രമാണ്. അതിനെപ്പറ്റിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പോസ്റ്റ് കോഡ് 10/2024 ലെവൽ 1. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത് 18,000 കേന്ദ്ര ഗവൺമെൻറ് അലവൻസായ DA, HRA, TPTL എല്ലാം കൂടെ നോക്കുമ്പോൾ ഏതാണ്ട് 30,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ശമ്പളമായി ലഭിക്കുന്നതാണ്. ഇതിൻ്റെ പ്രായം 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. പ്രായം കണക്കാക്കുന്നത് 21 സെപ്റ്റംബർ 2024 അനുസരിച്ചാണ്, അതായത് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി. SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും വയസ്സിളവ് ലഭിക്കും ഉയർന്ന പ്രായപരിധിയിൽ. MTS തസ്തികയിൽ 11 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. UR 2, OBC 4, EWS 3, SC 1, ST 1 എന്നിങ്ങനെയാണ്. വിദ്യാഭ്യാസ യോഗ്യത. MTSന് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞേക്കുന്നത് 10ാം ക്ലാസ് പാസ് മാത്രമാണ്. വ്യത്യസ്തമായ വിദ്യാഭ്യാസ യോഗ്യത വെച്ചും എക്സ്പീരിയൻസ് ആവശ്യം വരുന്ന തസ്തികകളും വിജ്ഞാപനത്തിൽ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തിക ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപേക്ഷാ ഫീസ്. UR, OBC എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അത് നോൺ റീഫണ്ടബിൾ ആണ്. SC, ST, PWD, EWS എന്നീ കാറ്റഗറിക്കാണെങ്കിൽ 200 രൂപയാണ് അപേക്ഷാ ഫീസ്. അത് റീഫണ്ടബിൾ ആണ്. എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അവർ റീഫണ്ട് ചെയ്യത്തുള്ളൂ. സ്കീം ഓഫ് എക്സാമിനേഷൻ. MTSന് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമാണ്. പരീക്ഷാ കേന്ദ്രം ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഗുവാഹട്ടി, പാറ്റ്ന, കൊച്ചി എന്നീ സ്ഥലങ്ങളിലായിരിക്കും ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ എക്സാം സെൻറ്റർ ചോയ്സായി കൊടുക്കുമ്പോൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിയുമ്പോൾ അപേക്ഷകരുടെ എണ്ണം കുറവാണെങ്കിൽ എക്സാം സെൻറ്റർ IWAI മാറ്റുന്നതായിരിക്കും. മറ്റൊരു എക്സാം സെൻറ്റർ ആയിരിക്കും അലോട്ട് ചെയ്ത് തരുന്നത്. www.iwai.nic.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. റീജിയണൽ ഓഫീസായ പാട്ന, ഗുവാഹട്ടി, കൊൽക്കത്ത, കൊച്ചി, ഭുവനേശ്വർ എന്നീ സ്ഥലങ്ങളിലും സബ് ഓഫീസസായ വാരണാസി, പ്രയാഗ്രാജ്, ഫറാക്ക, സാഹിബ്ഗഞ്ച്, കൊല്ലം, ചെന്നൈ, വിജയവാഡ എന്നീ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും നിയമനം ലഭിക്കുന്നത്. കേരളത്തിൽ കൊച്ചിയും കൊല്ലത്തും നിയമനം ലഭിക്കുവാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറായി കിട്ടി വരാൻ സാധിക്കുന്ന തസ്തികകളാണ് ഈ പറഞ്ഞത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിർദ്ദേശങ്ങൾ, ഫീസ് അടയ്ക്കുന്നതിനെ പറ്റിയുള്ള മറ്റ് വിശദമായ വിവരങ്ങൾ എല്ലാം നോട്ടിഫിക്കേഷനിലുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കുക. നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.